കൊച്ചി മെട്രോയുടെ പേര് മാറ്റുന്നത് തള്ളി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. കൊച്ചി മെട്രോ പേര് മാറ്റുന്നത് പരിഗണനയിലില്ല. സർക്കാരിനോട് ആലോചിക്കാതെ പത്രവാർത്ത നൽകി, പിന്നെ താൻ എന്തിന് പ്രതികരിക്കണമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. നമ്മളൊക്കൊന്നും അറിയില്ല, നമുക്കൊന്നും അറിയത്തില്ല. അന്ന് സർക്കാരുമായിട്ട് ആലോചിക്കാതെ ഏകപക്ഷീയമായി പറയുന്ന കാര്യമാണ്. സർക്കാരുമായിട്ട് ഇതുവരെ അത്ര ഒരു ആലോചന നടന്നിട്ടില്ല. സർക്കാരിന്റെ പരിഗണനയിലും ആ കാര്യമില്ല. സർക്കാരിന്റെ പരിഗണനയിൽ ആ കാര്യമില്ല. സർക്കാരുമായിട്ട് അവർ ആലോചിക്കാതെ അവർ പത്രവാർത്ത കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്തിനാ പ്രതികരിക്കുന്നത്? സർക്കാരിന്റെ പരിഗണനയിലില്ല അങ്ങനെ ഒരു വിഷയം. അല്ലെന്ന് എന്തിനാ ഇപ്പൊ ആലോചിക്കുന്നത്? അങ്ങനെ ഒരു ആലോചന സർക്കാരിന്റെ പരിഗണനയിലില്ല. ആ വിഷയമില്ല. അവരാലോചിച്ചാൽ പോരല്ലോ, സർക്കാർ ആലോചിക്കണ്ടേ. കെ പ്രശാന്ത് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പ്രശാന്ത്, ഈ പേരുമാറ്റം സംബന്ധിച്ച് CMRL MD ലോക്നാഥ് ബെഹ്റയാണ് ഇത്തരത്തിലൊരു ശുപാർശ സർക്കാരിന് സമർപ്പിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ഒപ്പം ഹൈബി ഈഡൻ MP ഇതിനെ എതിർത്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയെന്നുള്ള വാർത്തകളുമൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ ഇതൊക്കെ തള്ളുകയാണ് മുഖ്യമന്ത്രി. പേരുമാറ്റം എന്നുള്ളത് സർക്കാരിൻ്റെ ചിന്തയിൽ തന്നെ ഇല്ല എന്ന് പറയുകയല്ലേ മുഖ്യമന്ത്രി? രണ്ട് മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, സാധാരണഗതിയിൽ ഇത്തരമൊരു സമയത്ത് മുഖ്യമന്ത്രി സാധാരണ പ്രതികരണം നടത്താറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി മുഖ്യമന്ത്രി പിന്നീട് മാധ്യമങ്ങളെ തിരുവനന്തപുരത്ത് കാണുകയാണ് ചെയ്യുക, വാർത്താ സമ്മേളനം വിളിക്കുക തന്നെയാണ് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് മാധ്യമങ്ങളെ കാണാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും അദ്ദേഹം പ്രതികരണം നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് കൊച്ചി മെട്രോയുടെ പേര് കേരള മെട്രോ എന്നത് ആക്കുന്ന തരത്തിലൊരു നിർദ്ദേശം, ഒരു ശുപാർശ സർക്കാരിന് മുൻപിലേക്ക് KMRL മുന്നോട്ട് വെച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പക്ഷേ സർക്കാരിന് മുന്നിലേക്ക് ശുപാർശ വന്നിട്ടുണ്ട്. പക്ഷേ അത്തരമൊരു തീരുമാനം സർക്കാർ എടുത്തിട്ടില്ല എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. അതിലേറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി പറയുന്നത്, ഇന്ന് പത്രവാർത്തകൾ കണ്ടപ്പോഴാണ്, ഇത്തരത്തിൽ വാർത്തകൾ വരുന്ന സമയത്താണ് ഇത്തരമൊരു നീക്കം നടക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ്. അക്കാര്യത്തിൽ ഒരുപക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഇത്തരമൊരു നീക്കത്തിനെതിരെ ഹൈബി ഈഡൻ MP ഉൾപ്പെടെ രംഗത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതികരണം. സർക്കാർ ഒരു തരത്തിലുള്ള ആലോചനയും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കുന്നത്. മറ്റു ചില വിഷയങ്ങൾ കൂടി മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്.